ഒരൊറ്റ ചോദ്യത്തിൽ കെജ്രിവാളിനെ മലർത്തിയടിക്കുകയാണ് സുപ്രീം കോടതി. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് തന്നെ പറയാം. അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന സംഭവ വികാസങ്ങളിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് സാക്ഷാൽ സുപ്രീം കോടതി. സംഭവം ഇങ്ങനെയാണ്. ഈ വർഷം മെയ് 13-ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എംപിയായ സ്വാതി മലിവാളിനെ ഒരു പ്രകോപനവുമില്ലാതെ മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ PA ബിബവ് കുമാർ മർദ്ദിക്കുകയായിരുന്നു. അന്നേ ദിവസം കെജ്രിവാളിനെ കാണാനായി സ്വാതി മലിവാൾ സ്വീകരണ മുറിയിൽ ഇരിക്കുകയായിരുന്നു. അവിടേക്ക് വന്ന ബിബവ് സ്വാതി ധരിച്ചിരുന്ന ഷർട്ടിൽ കയറി പിടിക്കുകയും മുറിയിലൂടെ വലിച്ചിഴക്കുകയും മുടി ചുരുട്ടിപ്പിടിച്ച് കരണത്ത് 7 തവണ അടിക്കുകയും ചെയ്തു. മുറിയിലൂടെ വലിച്ചിഴച്ച് പുറത്താക്കുകയായിരുന്നു. അതിനു പിന്നാലെയാണ് ഈ കേസുമായി മലിവാൾ കേസ് ഫയൽ ചെയ്യുന്നതും ബിബവിനെ പോലീസ് പിടികൂടുന്നതും. എന്നാൽ ഡൽഹി രാഷ്ട്രീയത്തിൽ ഇതൽപ്പം ഗൗരവമുള്ള വിഷയമായി തന്നെ മാറി. അതിവിടെ AAPയെ തകർക്കാനും കെജ്രിവാളിനെ ഇല്ലാതാക്കാനുമായിട്ട് BJP അയച്ചതാണ് എന്നുവരെ ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അതിഷി മർലോന പറഞ്ഞു വെക്കുകയും ചെയ്തു. സ്വാതി പറഞ്ഞതിനെ തീർത്തങ്ങ് തള്ളിക്കളയുകയും അതൊരു നുണപ്രചാരണമാക്കി മാറ്റുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇതേ കേസിലാണിപ്പോൾ AAPക്കും കെജ്രിവാളിനും അടി കിട്ടുന്ന പ്രയോഗവുമായി സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവ് സ്വകാര്യ വസതിയാണോ എന്നും ഇത്തരം ഗുണ്ടകളെയാണോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിർത്തുന്നതെന്നും കോടതി രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചു. സാധാരണ കൊള്ളക്കാർക്കും കൊലപാതകികൾക്കും വരെ കോടതി ജാമ്യം അനുവദിക്കാറുണ്ട്. എന്നാൽ ബിബവിനെതിരെയുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവമേറിയതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇടപെടൽ. ഇവിടെ കാര്യങ്ങൾ നടന്ന രീതി തങ്ങളെ ഞെട്ടിച്ചു എന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കവേ സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തതോടെ AAP ഉയർത്തിയ വാദങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങുകയാണ്. പ്രതിക്ക് ഉന്നത തലത്തിൽ സ്വാധീനമുണ്ടെന്നും ഇളവ് അനുവദിക്കാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി ജൂലൈ 12-ന് ഡൽഹി ഹൈക്കോടതി ബിബവ് കുമാറിന് ജാമ്യവും നിഷേധിച്ചു. ജാമ്യത്തിൽ വിട്ടാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി അന്ന് ചൂണ്ടിക്കാട്ടി. ഇതിന് പിന്നാലെയാണ് ജാമ്യ ഹർജിയുമായി ബിബവ് കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജാമ്യ ഹർജി ഓഗസ്റ്റ് 7-നാണ് കോടതി വീണ്ടും പരിഗണിക്കുക.